ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കൂലിയിലെ ചികിട്ട് വൈബ് എന്ന് പറഞ്ഞ സോങ്, അതിൻ്റെ മ്യൂസിക് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു പ്രോമോ പോലെ ചെറിയ ഇതെല്ലാം ഇറക്കിയിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള എനിക്ക് തോന്നുന്നു മ്യൂസിക് വീഡിയോ എന്ന് എഴുതിയേക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അനിരുദ്ധിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോൾ ചിലപ്പോൾ അനിരുദ്ധൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മ്യൂസിക് വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ സിനിമയിലെ വീഡിയോ സോങ് ആയിട്ടല്ലായിരിക്കും. അപ്പോൾ റിയാക്ഷൻ ചെയ്യാം. അതിന് ശേഷം ബൈക്ക് സംസാരിക്കും. போதுண்ணா, டீ சாப்பிட்டு வந்து மிச்சத்தை பார்த்துக்கலாம். இது முச்சுதான் மறு வேலை. பொதுவா இப்படிலாம் வேலை பார்க்க மாட்டியா? இன்னைக்கு நான் தீயா இருக்கிற தலைவருக்கு பண்றோம், தீயா இருக்கணும்ல. அதெல்லாம் கரெக்டு தானா, ஆனா வைபே இல்லாம எப்படின்னா? வைப் தானே. ரைட்டு. നൈസ് സോങ് അല്ലേ, ഒരു വൈബ് സാധനം.
ചിക്കിട്ട് വൈബ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു വൈബ് സാധനം. ഇത്രയും വർഷമായിട്ടും കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നുണ്ട് അനിരുദ്ധ്. എപ്പോഴും നല്ല നല്ല ആൽബംസ്, നല്ല സോങ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ആ വൈബ് കളയാണ്ട്. കാര്യം കുറേയൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട് കോപ്പി. പുള്ളിയുടെ തന്നെ മുമ്പത്തെ സോങ്ങിലേക്ക് പോലൊരു ഇടയ്ക്ക് തോന്നെങ്കിലും പക്ഷെ നമുക്കൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ആയാലും അതന്നെ. ഇത്രയും വർഷം ഇങ്ങനെ കൺസിസ്റ്റൻസിയിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള, എനിക്ക് തോന്നുന്നു തമിഴ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു എ.ആർ. റഹ്മാൻ പോലും ഇത്രയും. എ.ആർ. റഹ്മാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഡൗൺ ആയി പോയി. പക്ഷെ പുള്ളി ആ പൊങ്ങി വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒരു ഗ്രാഫിൽ തന്നെ പോകുന്നല്ലാണ്ട് താഴേക്ക് പോയിട്ടില്ല. അത്യാവശ്യം നല്ല ആൽബംസ് തന്നെ തന്നേക്കണം അല്ലേ. എനിക്ക് തോന്നുന്നു തമിഴിൽ നിന്നല്ല, ചിലപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ അങ്ങനെ പറയേണ്ടി വരും. ഇത്രയും വർഷം ഒരേ കൺസിസ്റ്റൻസിയിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് നല്ല ആൽബംസ് തരാമെന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല പ്രത്യേകം പറയേണ്ടായിരുന്നു തന്നെയാണ് അല്ലേ. നിൽക്കണമെങ്കിൽ അത്രയും കഷ്ടപ്പാട് തന്നെയാണ്. ആർക്കും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കുറച്ചാളൊരു 3-4 വർഷമൊക്കെ പിടിച്ചിരിക്കും. എന്നിട്ട് ചിലർ ഡൗൺ അടിയിൽ പോവും, ഒരു ഔട്ട്ഡേറ്റഡ് ആയി പോകും മ്യൂസിക്കൊക്കെ. ഇത് ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതന്നെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഡാൻസ് സ്റ്റെപ്പ് പുള്ളി ഡാൻസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ മറ്റേ പുള്ളി ആ വണ്ണുള്ളത് ശരിക്കും ഫാദറാളെ എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോഴും പറഞ്ഞ പുള്ളി ആക്ടർ തന്നെയുള്ള പല പടത്തില് കണ്ടിട്ടുണ്ട്. പിന്നെ വിജയന്റെ ഒരു ഇതില്ലേ സ്റ്റേജിൽ വരുന്നിട്ട് പറയുന്നത് പുലി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് കുറെ. കൂലിയില് കുറെ നടന്മാരുണ്ട്, കുറെ ഉണ്ട്. ഇതിന് LC വല്ലതും ആണോ? അമീർ ഖാൻ ഉണ്ടല്ലേ? അമീർ ഖാൻ ഉണ്ട്, പിന്നെ നാഗാർജുന. നാഗാർജുന ഉണ്ടല്ലേ? പിന്നെ സൗബിൻ ഉണ്ട്. സൗബിൻ ഉണ്ടെന്ന് അറിയാം, പോസ്റ്റർ ഉണ്ട്. ഈ അമീർ ഖാൻ വേറൊരു പടം വന്നിട്ട് പറയണ്ടല്ല, അതേതാ? ലോകേഷിന്റെ ഇരുമ്പ് കൈമായാന്ന് തോന്നുന്നുണ്ട്. സൂര്യനെ ചേരുന്ന ആളാ. അയ്യോ, സൂര്യനെ വെച്ച് ഇരുമ്പ് കൈമായ മറ്റേ DC കോമിക്സിലൊക്കെ ഉള്ള പോലെ എന്തോ ഒരു പവർഫുൾ ക്യാരക്ടർ, എന്തോ പവറൊക്കെ ഉള്ള അത് സൂര്യനെ വെച്ചാൽ അനൗൺസ് ചെയ്തിരുന്നു. ഇനിയിപ്പോ അതാണെങ്കിൽ സൂര്യക്കും തെറ്റിയെന്നാവോ? കുറെയൊക്കെ ഡ്രോപ്പ് ചെയ്യണ്ടല്ലേ ഇപ്പൊ. വടിവാസൽ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ പറയാനായിട്ട് ശരിയാണെന്ന് അറിയില്ല, കുറെ കേൾക്കണം. പിന്നെ സുധാ കൊങ്ങരയുടെ പടം ആ ഡ്രോപ്പ് ചെയ്ത് ഇവരഭിനയിച്ചല്ല, അത് സൂര്യൻ ദുൽഖറുമായിരുന്നു. അതിന് പകരം ശിവകാർത്തികേയനും പിന്നെ ഇവനും മറ്റേ നടന്ന പേരെന്ന് നമ്മൾ കോമാളിയിലൊക്കെ ഉള്ള കോമാളിയില ജയൻ രവി. അപ്പൊ അവരെണ്ടൊരു കസ്റ്റൈൻ്റെ എന്തോ പ്രോമോ ഒക്കെ ഇറങ്ങിയതെല്ലാം കണ്ടില്ലായിരുന്നു? അത് അടിപൊളിയായിരുന്നു. അപ്പൊ അതും ഡ്രോപ്പ് ചെയ്ത് എന്താ സംഭവം എന്നറിയില്ല. നല്ലതൊക്കെ ഡ്രോപ്പ് ചെയ്ത് തള്ളിട്ട് വേണ്ടാത്ത വള്ളിയിൽ പോയ കയറണം സൂര്യ. തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് കുറേ ആയി പറയണ, ഇതൊരു നടപടി ആവുന്നില്ല. അപ്പോൾ അതിനിപ്പോൾ ഇരുമ്പ് കൈമായവയാണെങ്കിൽ അതും നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു. ലോകേഷിൻ്റെ കിട്ടിയ നല്ല രീതിയിൽ. പിന്നെ ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ലോകേഷിൻ്റെ റോളക്സ് ക്യാരക്ടർ കയ്യിലുള്ളതെന്നാണ്. അതിനിപ്പോൾ മാറ്റാൻ പറ്റില്ല. അത് ചെയ്ത് വെച്ചേക്കണോണ്ട് പിന്നെ പേടിക്കണ്ട. ഒരു സ്പിൻ ഓഫ് മൂവി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെ, സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ടുള്ള റോളക്സിന് മാത്രമായിട്ടുള്ള. അത് എന്തായാലും അനൗൺസ് ചെയ്ത് വെച്ചെന്നല്ലോ, എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ കൂലി ഇതാണെന്നാണ് സംശയം, പറയാൻ പറ്റൂല. കാരണം ഈ ഗോൾഡ് അതിൻ്റെ കളർ ഗ്രേഡിങ് ഒക്കെ കണ്ടിട്ട് അതായിട്ട് എന്തോ ഒരു ഇതുപോലെ ഉണ്ട്. പിന്നെ ബെൻസ് പിന്നെ LCU ആണല്ലേ? അത് LCU ആണല്ലേ? ഈ ബെൻസും കൂലിയും തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ പോലെ തോന്നുന്നു അല്ലേ? ഗോൾഡിൻ്റെ ആയിട്ട് എന്തോ ഒരു കളർ ടോണും പിന്നെ എന്തോ ഒരു ഓർണമെന്റ്സ് എല്ലാം കണ്ടിട്ട് അതുപോലെ ഫീൽ ചെയ്യണം. ശരിയാണെന്ന് അറിയില്ല. അല്ലേ, മെയിൻ നായകരൊക്കെ ഇപ്പൊ സൂര്യ മാത്രമേ വില്ലനായിട്ട് വന്നുള്ളൂ. പിന്നെ വിജയ് സേതുപതിയൊക്കെ അല്ലേ. അല്ലാത്തവരൊക്കെ മെയിൻ ഹീറോ തന്നെ ആയിരിക്കുള്ളൂ ചിലപ്പോ. എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ള മിനി 2020 പോലെയൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? എന്തോ ഈ ലിയോയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. മറ്റേ ലിയോന്റെ അനിയത്തിക്കില്ലേ എന്തോ പഴയ മഡോണ സെബാസ്റ്റ്യൻ.
പിന്നെ എന്തായാലും എൽ സി വളരട്ടെ. പിന്നെ കുറേ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ പല രീതിയിലുണ്ട്. എല്ലാത്തിനും തുടക്കം എൽ സി ആണല്ലോ. മലയാളത്തിലും ഇപ്പോൾ വേഫറിൻ്റെ യൂണിവേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രൈഡേ ഫിലിംസിൻ്റെ യൂണിവേഴ്സ്, പിന്നെ ഫസ്റ്റ് ഇത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ യൂണിവേഴ്സ് ഉണ്ട്. എന്തായാലും നല്ലൊരു ട്രെൻഡായി മാറി സംഭവം യൂണിവേഴ്സ് അല്ലേ. പക്ഷേ ഇത് ഹോളിവുഡിലൊക്കെ നേരത്തെ വിട്ട സാധനമാണ് അല്ലേ. അപ്പം ഇന്ത്യൻ സിനിമയിൽ പിന്നെ വന്നെന്നുള്ളൂ. എന്തായാലും പടം ആഗസ്റ്റ് 14 റിലീസ്. പടം എന്തായാലും നല്ല കളക്ഷൻ വരുന്നു. എനിക്ക് തോന്നുന്നു തമിഴിൽ ആദ്യത്തെ 1000 കോടി അടിക്കാൻ ചാൻസ് അപ്പോൾ കൂലിക്കായിരിക്കും. പല പടങ്ങളും വന്നു 1000 അടിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ എന്തായാലും ആ ചാൻസ് മിക്കവാറും കൂലിക്കാവാനേ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശങ്കറിലൂടെ 1000 കോടി അടിക്കുമെന്ന് വിചാരിച്ച ഇൻഡസ്ട്രിയാണ്, പക്ഷേ ശങ്കർ ആകെ ഡൗൺ ആയി പോയി. പിന്നെ ഈ ലോകേഷിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി അല്ല, ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. പടത്തിനാണെങ്കിൽ ഒന്നാമത് ഹൈപ്പ് ഉണ്ട്. ഇനി ട്രെയിലറൊക്കെ വരുമ്പോൾ വൻ ഹൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്ര ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും കൊളുത്താനും ചാൻസ് ഉണ്ട്. എന്നാലും പടങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് വരുമ്പോൾ അറിയാം. അപ്പം നമുക്ക് വീഡിയോ എൻ്റെ പേര് നല്ല വീഡിയോ എൻ്റെ പേരാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.